ഹലോ വെൽക്കം ടു എക്കണോമിക്സ് അൺബോക്സ്ഡ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായിട്ടുള്ള BA ഇക്കണോമിക്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പറായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന പേപ്പറിലെ മൊഡ്യൂൾ 4 യൂണിറ്റ് 1 ടോപ്പിക്കായിട്ടുള്ള മെഷറിംഗ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഡെവലപ്മെൻറ്റിനെ നമ്മൾ മെഷർ ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ മെഷർ ചെയ്യും? ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് GNP ആണ്. GNP മീൻസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. നമുക്ക് നോക്കാം എന്താണ് GNP. GNP is an estimate of total value of all the final products and services turned out in a given period by the means of production owned by a country's residents. അപ്പോൾ എന്താണ് GNP എന്ന് പറഞ്ഞാൽ ഒരു കൺട്രിയിലെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും, അതായത് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിൽ ഒരുപാട് റോ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കും. ലൈക്ക് നമ്മളിപ്പോൾ ഒരു കാറ് മാനുഫാക്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? അതിന് സീറ്റ് വേണം, സീറ്റ് ബെൽറ്റ് വേണം, സ്റ്റിയറിങ് വേണം, അതുപോലെ അതിൻ്റെ എൻജിൻസ് വേണം, പിന്നെന്ത് വേണം? ടയർ വേണം, അതിൻ്റെ ബോഡി വേണം. ഇതൊക്കെ എന്താണ്? ഓരോരോ റോ മെറ്റീരിയൽസാണ്. അപ്പോൾ ആ റോ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് അല്ല എന്തെന്ന് പറയുന്നത്, ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. എന്താണ് ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്? നമ്മൾ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന ആ ഒരു കാറിൻ്റെ പ്രൈസിനെയാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഫൈനൽ പ്രൊഡക്ട്സിൻ്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുക. ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന? ഒരു കൺട്രിയുടെ ആ കൺട്രിയിലെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും, ഏത് ഗുഡ്സാണ്? ഫൈനൽ ഗുഡ്സിൻ്റെയും ഫൈനൽ സർവീസസിൻ്റെയും ടോട്ടൽ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വിത്തിൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. മോസ്റ്റ് പ്രോബബ്ലി അതെന്തായിരിക്കും? 1 ഇയർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് GNP? GNP or gross national product is an estimate of total value of all the final products and services turned out in a given period by the means of production owned by a country's residents. GNP is commonly calculated by taking the sum of personal consumption expenditure, private domestic investment, government expenditure, net exports and any income earned by residents from overseas investment minus income earned within the domestic economy by foreign residents. അപ്പോൾ നമ്മൾ GNPയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാം? GNPയിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? നമ്മുടെ ഓരോ ആളുകളുടെയും പേഴ്സണൽ കൺസംഷൻ്റെ എക്സ്പെൻഡിച്ചർ പ്ലസ് പ്രൈവറ്റ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. എന്താണ് നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ? നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് മൈനസ് ചെയ്താൽ കിട്ടുന്നതിനെയാണ് നമ്മൾ നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത്. നെറ്റ് എക്സ്പോർട്ട്സ് മീൻസ് exports minus imports. So net exports plus any income earned by residents from overseas investment. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള റെസിഡൻസ്, നമുക്ക് ഇപ്പോൾ ആരെ എടുക്കാം? യൂസഫ് അലിയുടെ ലുലു പല രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ നമ്മുടെ റെസിഡൻസ് ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഇൻകം മൈനസ് ഇൻകം ഏൺഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് എക്കോണമി ബൈ ഫോറിൻ റെസിഡൻസ്. അപ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്ത എല്ലാത്തിൽ നിന്നും അതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ ഫോറിനേഴ്സ് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അവരുണ്ടാക്കുന്ന ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പോൾ GNP is commonly calculated by taking the sum of personal consumption expenditure, private domestic investment, government expenditure, net exports and any income earned by residents from overseas investment minus income earned within the domestic economy by foreign residents. Net exports represent the difference between what a country exports minus any imports of goods and services. നേരത്തെ പറഞ്ഞത് തന്നെയാണ് നെറ്റ് എക്സ്പോർട്സ് എന്താണ്? എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ് ആണ് നമ്മുടെ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറയുന്നത്. സോ നെറ്റ് എക്സ്പോർട്സ് റെപ്രസെൻറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ കൺട്രി എക്സ്പോർട്സ് മൈനസ് എനി ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. GNP measures the total monetary value of output produced by a country's residents. GNP എന്ത് മെഷർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു കൺട്രിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ റെസിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഔട്ട്പുട്ടിൻ്റെ മൊണിറ്ററി വാല്യൂ മീൻസ് മണി വാല്യൂ ആണെന്ത്? GNP. സോ GNP measures the total monetary value of output produced by a country's residents.
any output produced by foreign residents within the country borders must be excluded in calculations of GNP. അപ്പോൾ എന്താ പറയുന്നത്, ഫോറിൻ റെസിഡൻസ് ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ കൺട്രിയിൽ ഉണ്ടാക്കുന്ന ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, GNP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യണം. എക്സ്ക്ലൂഡ് മീൻസ് ഒഴിവാക്കണം. while any output produced by the country's residents outside of its borders must be counted. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കൺട്രിയിലെ ഒറിജിനൽ റെസിഡൻസ് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന ഇൻകം നമ്മളതിൽ ആഡ് ചെയ്യണം. സോ എനി ഔട്ട്പുട്ട് produced by foreign residents within the country's borders must be excluded in calculations of GNP, while any output produced by country's residents outside of its borders must be counted. GNP does not include intermediary goods and services to avoid double counting. നമ്മൾ നേരത്തെ പറഞ്ഞു, കാറ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റിൻ്റെ കാശും അതുപോലെ തന്നെ സീറ്റിൻ്റെ കാശും സ്റ്റിയറിങ്ങിൻ്റെ കാശും വീലിൻ്റെ കാശും ഒന്നും നമ്മൾ കൂട്ടൂല. ആ ഫൈനൽ ഔട്ട്പുട്ടായിട്ടുള്ള കാറ് വിൽക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ കൂട്ടുള്ളൂ. ബിക്കോസ് അതിൽ ആ കാറിൻ്റെ എമൗണ്ടിലുണ്ട് എന്ത്, അത് കാറിന് പ്രൈസ് ഇടുന്നത് എങ്ങനെയാണ്, അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസൊക്കെ കൺസിഡർ ചെയ്ത് അതിൻ്റെയൊക്കെ കാശ് പ്ലസ് ആ ഒരു ആരാണോ അത് വിൽക്കുന്നത് അയാളുടെ പ്രോഫിറ്റും കൂടെ കൂട്ടിയിട്ടാണ് എന്തിന് കാശിടുന്നത്, ആ ഒരു കാറിന് പ്രൈസ് ഇടുന്നത്. അപ്പോൾ നമ്മൾ GNPയിൽ പിന്നെയും ഈ സാധനങ്ങളുടെ റോ മെറ്റീരിയൽസിൻ്റെ കാശ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഡബിൾ കൗണ്ടിങ് വരും. ഒരു സാധനം 2 തവണ കൗണ്ട് ചെയ്യും. സോ GNP ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ്റർമീഡിയറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് GNP ആണ്. GNP മീൻസ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകത്തിന് നമ്മൾ പെർ ഹെഡ് ഇൻകം എന്നും പറയും, അതായത് ഒരാളുടെ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം മെഷർ ഈസ് per capita income is a measure of the amount of money earned per person in a nation or geographic region. നമ്മളിപ്പോൾ ഒരു രാജ്യം കൺസിഡർ ചെയ്യുകയാണ്, ഇന്ത്യയിലെ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഇന്ത്യയുടെ ടോട്ടൽ നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ നാഷണൽ ഇൻകം കൺസിഡർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ആവറേജ് കിട്ടുന്ന ഇൻകത്തിനെയാണ് ഒരാൾക്ക് കിട്ടുന്ന ഇൻകം, അതായത് പെർ പേഴ്സൺ ഇൻകം അല്ലെങ്കിൽ പെർ ഹെഡ് ഇൻകം, അതിനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. സോ പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ മെഷർ ഓഫ് ദ എമൗണ്ട് ഓഫ് മണി ഏൺഡ് പെർ പേഴ്സൺ ഇൻ എ നേഷൻ ഓർ ജിയോഗ്രഫിക് റീജിയൻ. It can be used to determine the average per person income for an area and to evaluate the standards of living and quality of life of population. അപ്പോൾ നമ്മുടെ ഈ ഒരു പെർ ക്യാപിറ്റ ഇൻകം യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആവറേജ് പെർ പേഴ്സൺ ഇൻകം, ഒരു ഏരിയയിലുള്ള ആവറേജ് പെർ പേഴ്സൺ ഇൻകത്തിനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അതുപോലെ തന്നെ പെർ പേഴ്സൺ ഇൻകം കിട്ടിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിൽ നിന്ന് ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അടുത്തത് പെർ ക്യാപിറ്റ ഇൻകം ഫോർ എ നാഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കൺട്രീസ് നാഷണൽ ഇൻകം ബൈ ഇറ്റ്സ് പോപ്പുലേഷൻ. എങ്ങനെയാണ് നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ഒരു നാഷൻ്റെ കണ്ടുപിടിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം എന്ത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യും, പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ. സോ നമ്മളിപ്പോൾ നോക്കിയ ടോപ്പിക് ഏതാണ്, പെർ ക്യാപിറ്റ ഇൻകം. അടുത്തത് ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിനെ നമ്മൾ ഷോർട്ടാക്കി PQLI എന്ന് പറയും. ഈ ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്ത ഒരു ഇക്കണോമിസ്റ്റാണ് ഡേവിഡ് മോറിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നുള്ളത്. The physical quality of life index is an attempt to measure the quality of life or well-being of a country. അതായത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറ്റംപ്റ്റ് നടത്തിയ ഡേവിഡ് മോറിസ്. ആ ഒരു അറ്റംപ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ആൻഡ് അതൊരു സക്സസ് ആയതുകൊണ്ട് തന്നെ സ്റ്റിൽ ഇറ്റ് ഈസ് യൂസിങ്. സോ ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഈസ് ആൻ അറ്റംപ്റ്റ് to measure the quality of life or well-being of a country. It considers the value is the average of 3 statistics. അപ്പോൾ 3 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഈ വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. ഏതൊക്കെയാണത്, ഒന്ന് ഒരു രാജ്യത്തിൻ്റെ ബേസിക് ലിറ്ററസി റേറ്റ്,
പിന്നെ ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി ആറ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ഏജ് 1. അപ്പോൾ 3 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ PQLI വഴി ഒരു രാജ്യത്തിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെഷർ ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 3 സ്റ്റാറ്റിസ്റ്റിക്സ്? ഒന്ന് ബേസിക് ലിറ്ററസി റേറ്റ്, 2 ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, 3 ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ഏജ് 1. ഇറ്റ് ഓൾ ഈക്വലി വെയ്റ്റഡ് ഓൺ എ 0 to 100 സ്കെയിൽ. അപ്പോൾ നമ്മൾ എത്ര മുതൽ എത്ര വരെയാണ് അതിൻ്റെ സ്കെയിലുള്ളത്? 0 തൊട്ട് 100 വരെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് സ്കെയിലുള്ളത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഫോർ ദ ഓവർസീസ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഇൻ ദ mid-1970s ബൈ മോറിസ് ഡേവിഡ് മോറിസ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? 1970 മധ്യത്തിൽ ഓവർസീസ് ഡെവലപ്മെൻറ്റ് കൗൺസിലിന് വേണ്ടി മോറിസ് ഡേവിഡ് മോറിസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റാണ് എന്ത് ചെയ്തത്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കണ്ടുപിടിച്ചത്. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഷോർട്ടാക്കി HDI എന്ന് പറയും. സോ വാട്ട്സ് HDI? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. HDI is a statistic developed and compiled by the United Nations to measure and various countries' levels of social and economic development. ഓരോ രാജ്യത്തിൻ്റെയും അവരുടെ എക്കണോമിക് ലെവല്, സോഷ്യൽ ലെവല് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് UN ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ് എന്തെന്ന് പറയുന്നത്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ HDI എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് HDI? It is a statistic developed and compiled by the United Nations to measure and various countries' levels of social and economic development. It is composed of 3 principal areas of interest. നേരത്തെ നമ്മൾ PQLI പറഞ്ഞു 3 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിലാണ് PQLI നമ്മൾ നോക്കുന്നത്. ഇവിടെയുണ്ട് എന്ത്, HDIയിലും ഉണ്ട് 3 ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഈ 3 പ്രിൻസിപ്പൽ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, HDI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം അതെന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. അതായത് ഒരു കുട്ടി എത്ര ഇയേഴ്സ്, ഒരു മീൻ ഇയേഴ്സ് എത്രയാണ് ആ കുട്ടി സ്കൂളിൽ പോകുന്നത്. ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, അതുപോലെ തന്നെ ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ. അപ്പോൾ എന്തൊക്കെയാണ് 3 ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ആൻഡ് ഗ്രോസ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ. This index is a tool used to follow changes in development levels over time and to compare the development levels of different countries. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് എന്താണ്? ഇത് ഓരോരോ രാജ്യത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിൽ ഉള്ള ഡെവലപ്മെൻറ്റിൻ്റെ ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, HDI അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് യൂസ് ചെയ്യാം. സോ ദിസ് ഇൻഡെക്സ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു ഫോളോ ചേഞ്ചസ് ഇൻ ഡെവലപ്മെൻറ്റ് ലെവൽസ് ഓവർ ടൈം ആൻഡ് ടു കമ്പയർ ദ ഡെവലപ്മെൻറ്റ് ലെവൽസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. The computed HDI of a country is an average of indexes of each of life aspects that are examined. Knowledge and understanding, a long and healthy life, and an acceptable standard of living. അപ്പോൾ നമ്മുടെ കൺട്രിയുടെ ആവറേജ് ടൈം പീരീഡിലുള്ള ഒരു HDI എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ ലൈഫ് ആസ്പെക്ട്സിൽ ഇങ്ങനെ എക്സാമിൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, ദാറ്റ് മീൻസ് നോളേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ്, life expectancy at birth means a long and healthy life, and gross national income per capita means an acceptable standard of living. The components is normalized to scale between 0 and 1. ഇവിടെ എങ്ങനെയാണ് സ്കെയിലിംഗ് വരുന്നത്? 0 മുതൽ 1 വരെയാണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ PQLIയിൽ എത്രയായിരുന്നു? 0 മുതൽ 100 വരെയാണ് നമ്മുടെ PQLI സ്കെയിൽ. whereas 0 to 1 is our HDI scale. ഇനി HDIയുടെ തന്നെ വേറെ ഒരു പാട്ടും കൂടെ ഉണ്ട്. സോ അതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. HDI is composed of 3 statistic or 3 principal area of interest. നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നുകൂടെ പറയുകയാണത് 2 നോട്ടായിട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല, അതുകൊണ്ടാണ് 2 ആയിട്ട് തന്നെ ഞാൻ അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലില്ലാത്ത പോയിൻറ്റ്സ് എന്ത് ചെയ്യുക, ഇതും കൂടെ അതിൽ ആഡ് ചെയ്യാം.
സോ നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് വൺ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്. സെക്കൻഡ് വൺ എഡ്യൂക്കേഷൻ, അഡൾട്ട് ലിറ്ററസി റേറ്റ് കമ്പൈൻഡ് വിത്ത് എ മെഷർ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സ്കൂൾ എൻറോൾമെൻറ്റ്. തേർഡ് വൺ decent standard of living, GDP per capita. HDI comparing with GDP per capita, we can make conclusions about a country's success in translating the benefits of national income into achieving economic development. We cannot use only GDP per capita to measure development. HDI is to re-emphasize that people and their capabilities should be the ultimate criteria for accessing the development of a country, not എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ എന്താണ് HDI എന്ത് ചെയ്യുന്നുണ്ട്? എംഫസൈസ് ചെയ്യുന്നുണ്ട്. എന്ത്? ആളുകളും അവരുടെ ക്യാപ്പബിലിറ്റീസുമാണ് എന്ത് ഡെവലപ്മെൻറ്റിൻ്റെ അൾട്ടിമേറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എംഫസൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ഡെവലപ്മെൻറ്റ് ആക്സസ് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആളുകളുടെ അവരുടെ ക്യാപ്പബിലിറ്റീസും ആയിരിക്കണം ഓഫ് എ കൺട്രി, നോട്ട് എക്കണോമിക് ഗ്രോത്ത്. അതെന്താവരുത്? എക്കണോമിക് ഗ്രോത്ത് ആവരുത്. ഓക്കെ, സോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ റിലേറ്റീവ് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ് ലെവൽ ഓഫ് പോവർട്ടി ഇഫ് ദേ ഡു നോട്ട് റീച്ച് എ സ്പെസിഫിക് ലെവൽ ഓഫ് ഇൻകം. റിലേറ്റീവ് പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് വീടുകളുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒരേ മാതിരിയുള്ള ഒരേപോലെയുള്ള ഇൻകം അല്ലായിരിക്കും. ചില ആളുകൾക്ക് ചിലപ്പോൾ ഇൻകം കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് ഇൻകം കുറവായിരിക്കും. അപ്പോൾ ഇൻകം കൂടുതലുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇൻകം കുറവുള്ളവരെന്താണ്? കമ്പാരിറ്റീവ്ലി പുവറാണ്. സോ കമ്പയർ ചെയ്യുമ്പോൾ പുവറായിട്ടുള്ള ഒരു പോവർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. സോ വാട്ട്സ് എ റിലേറ്റീവ്ലി പോവർട്ടി? Comparative level of poverty if they do not reach a specific level of income depends upon where the specific level of income is set. അപ്പോൾ സ്പെസിഫിക് ലെവൽ ഓഫ് ഇൻകം എന്താണ്? കൂടുതൽ ഇൻകം ഉള്ള ആളുടെ ഇൻകമാണ് സ്പെസിഫിക് ലെവൽ സെറ്റ് ചെയ്യുന്നത്. ആ സ്പെസിഫിക് ലെവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? കുറവ് ഇൻകം ഉള്ള ആൾ റിലേറ്റീവ്ലി പുവറാണ്. അടുത്തത് അബ്സല്യൂട്ട് പോവർട്ടി. അബ്സല്യൂട്ട് പോവർട്ടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോവർട്ടി, ദാറ്റ് ഒരാളുടെ ബേസിക് നെസസിറ്റീസ് ആയിട്ടുള്ള ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ഇതൊന്നും കിട്ടാത്ത ഒരവസ്ഥ. അയാൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ അയാൾക്ക് കിട്ടുന്ന കാശുകൊണ്ട് ഇതൊന്നും അയാൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥേനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ആബ്സല്യൂട്ട് പോവർട്ടി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദി ബേസിക് നെസസിറ്റീസ് ഫോർ സർവൈവൽ, ലെവൽ ഓഫ് ഇൻകം നീഡഡ് ടു ബൈ ഐറ്റംസ് സച്ച് ആസ് ബേസിക് ക്ലോത്തിങ്, food and shelter if they are below a certain level. അടുത്തത് other indicators of development. HDI is still an average figure that can mask inequalities within the country, inequalities between rural and urban citizens, between men and women, between different ethnic groups. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ HDI ആണെന്ത്? ഒരു കൺട്രിയിലെ ഇനീക്വാലിറ്റീനെ ആവറേജ് ഫിഗറിൽ നമുക്ക് മാസ്ക് ചെയ്യാൻ വേണ്ടി എന്താ ലൈക്ക് HDI എന്ത് ചെയ്യുന്നുണ്ട്? ഇനീക്വാലിറ്റീസ് ബിറ്റ്വീൻ റൂറൽ അർബൻ സിറ്റിസൺസ്, അതുപോലെ തന്നെ മെന്നും വുമനും തമ്മിലുള്ള ഇനീക്വാലിറ്റി, ഡിഫറെൻറ്റ് എത്നിക് ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഇനീക്വാലിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HDI ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തൊരു മെഷർ എന്ന് പറയുന്നത് GDI, ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. സെയിം ഇൻഡിക്കേറ്റേഴ്സ് ആസ് HDI ബട്ട് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ദി ഇനീക്വാലിറ്റീസ് ഇൻ ദീസ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ വുമൻ ആൻഡ് മെൻ. അപ്പോൾ എന്താണ് GDI എന്ന് പറയുന്നത്? ജെൻഡർ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ജെൻഡർ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും? വുമനും മെന്നും ആയിരിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഇനീക്വാലിറ്റി ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ തന്നെ. അടുത്തത് ജെൻഡർ എംപവർമെൻറ്റ് മെഷർ. One aspect of development takes into account developing self-esteem and creating opportunities and freedom for all people. Therefore, it is valuable to measure whether development in a country is helping to create such freedoms and opportunities for women. ഇപ്പോൾ ജെൻഡർ ഡെവലപ്മെൻറ്റ് മെഷർ അല്ലെങ്കിൽ GEM എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു ആസ്പെക്റ്റിൽ ഡെവലപ്മെൻറ്റിനെ മെഷർ ചെയ്യുകയാണ്. അതായത് നമ്മുടെ കൺട്രി എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സെൽഫ് എസ്റ്റീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ജെൻഡർലി എംപവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ജെൻഡറിൽ കുറച്ച് ബാക്ക്വേർഡ് ഉള്ളത് ആരാണ്?
മോസ്റ്റ് പ്രോബബ്ലി വുമൺ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കൺട്രി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ തന്നെ ആളുകൾ സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ഫ്രീഡം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡെവലപ്മെൻറ്റ് സഹായിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു മെഷർമെൻറ്റാണ് ജെം അല്ലെങ്കിൽ ജെൻഡർ എംപവർമെൻറ്റ് മെഷർ എന്ന് പറയുന്നത്. Measures the extent to which women are able to actively participate in economic and political life, plus number and percentage of women in leadership, managerial and parliamentary positions, and in technical and professional jobs. അപ്പോൾ ഇത് എന്തൊക്കെയാണ് മെഷർ ചെയ്യുന്നത്? ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് വുമൺ ആർ ഏബിൾ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. ഏത് എക്സ്റ്റെൻറ്റ് വരെയാണ് സ്ത്രീകൾക്ക് എക്കണോമിക് ലൈഫ് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ലൈഫിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പ്ലസ് നമ്പർ ആൻഡ് പെർസെൻറ്റേജ് ഓഫ് വുമൻ ഇൻ ലീഡർഷിപ്പ്, ലീഡർഷിപ്പിലുള്ള വുമൻ്റെ നമ്പറും പെർസെൻറ്റേജും, അതുപോലെ തന്നെ മാനേജറിയൽ പൊസിഷൻ, പാർലമെൻ്ററി പൊസിഷൻ, ടെക്നിക്കൽ പൊസിഷൻ, പ്രൊഫഷണൽ ജോബ്സ് ഒക്കെ ചെയ്യുന്ന സ്ത്രീകളുടെ നമ്പേഴ്സ്. ഇറ്റ് എക്സാമിൻസ് ദ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലേബർ ഫോഴ്സ് ആൻഡ് നാഷണൽ ഇൻകം ഷെയർ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ലേബർ ഫോഴ്സിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം അതുപോലെ തന്നെ നാഷണൽ ഇൻകം ഷെയറിൽ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഇൻകം ഒക്കെ റേസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജെൻഡർ എംപവർമെൻറ്റ് മെഷർ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് HPI മെഷർ ദ ലെവൽ ഓഫ് ഡിപ്രിവേഷൻ ആൻഡ് പോവർട്ടി. എന്താ മെഷർ ചെയ്യുന്നത്? പോവർട്ടിയാണ് മെഷർ ചെയ്യുന്നത്. ലുക്സ് അറ്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ പീപ്പിൾ ഹു ആർ ഡിപ്രൈവ്ഡ് ഓഫ് ദ ഓപ്പോസിറ്റ് ടു റീച്ച് ബേസിക് ലെവൽ ഇൻ ഈച്ച് ഏരിയ. Looks at indicators that are comparable with HDI. HPI is useful for observing how evenly the benefits of development are spread within the country and is expressed as a percentage. Next one, GPI അല്ലെങ്കിൽ Genuine Progress Indicator. Measure whether a country's growth has actually led to an improvement in the welfare of the people. To the GDP figures, it adds a non-monetary benefits such as the benefits of household work. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ്, നോൺ മണി ബെനിഫിറ്റ്സ് ആയിട്ടുള്ള സ്ത്രീകൾ വീട്ടിൽ ജോലി ചെയ്യുന്നത്, അതുപോലെ തന്നെ പാരൻറ്റിങ്, വോളണ്ടിയർ വർക്ക്, ഇതിനൊന്നും എന്ത് കിട്ടില്ല, നമുക്ക് ബെനിഫിറ്റ്, മോണിറ്ററി ബെനിഫിറ്റ് കിട്ടില്ല. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ആഡ് ചെയ്യുന്നുണ്ട്. Given that economic growth generate many costs as indicator of GPI will deduct such costs such as environmental cost, resource depletion, social cost, loss of leisure time, crime, etc., commuting cost, cost of automobile, etc. ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട് പ്ലസ് കുറക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ മെഷറിംഗ് ഡെവലപ്മെൻറ്റ് പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.